ടെന്റ് സ്റ്റേ. ടെന്റ് കയ്യില്ല, അങ്ങനെ പണിയാണ്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മാട്ടുപ്പെട്ടി വഴി വട്ടവടയിലേക്ക് പോയതാണ്. വട്ടവട സീരീസ് ഞങ്ങളിവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ലക്ഷ്മി എസ്റ്റേറ്റ്, നല്ല ഭംഗിയുള്ള റൂട്ടാണ് ലക്ഷ്മി എസ്റ്റേറ്റ്, അതുവഴി വന്നതും ഒരു വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടേക്ക് പോയി പണി കിട്ടിയതും ഒക്കെയായിരുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ വഴി മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്ന് വെച്ചാൽ കുറേ ദൂരെ വരെ കിലോമീറ്റേഴ്സ് വരെ ഭയങ്കര ബ്ലോക്കായിരുന്നു. ഒരു ഇഞ്ച് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കായിരുന്നു. എല്ലാവരും മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ആ ഭാഗത്തേക്കും വട്ടവടയിലേക്ക് പോകുന്നവരും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ബൈക്കായതുകൊണ്ട് ഒരു വിധമൊക്കെ അവിടെ നിന്ന് തുരന്നൊക്കെ രക്ഷപ്പെട്ടു. എന്നാലും നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറേ സമയം നമുക്കവിടെ കളയേണ്ടി വന്നു. അപ്പോൾ ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇതിൻ്റെ അടുത്തായിട്ടാണ് എലിഫൻറ്റ് സഫാരിയൊക്കെ വരുന്നത്. പിന്നെ മാട്ടുപ്പെട്ടി ബോട്ട് സഫാരി ഒക്കെ വരുന്നത് ഇവിടെയാണ്. ഈ ഡാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഈ ഡാമിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് കടകളും അതുപോലെ തന്നെ അവിടെയും കുറേ സമയം നമ്മൾ ബ്ലോക്കിൽ പെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. കുറേ സമയം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ബ്ലോക്കിൽ പെട്ടിട്ട്. ഒരു 3 ദിവസം അടുപ്പിച്ച് അവധി ഉണ്ടായിരുന്ന ദിവസമായിരുന്നു ഞങ്ങൾ വട്ടവടയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര തിരക്കുമായിരുന്നു. റൂംസൊക്കെ ബുക്കിംഗ് ആയിരുന്നു. ഒരൊറ്റ റൂമും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നിട്ട് നോക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ ഡാമിൻ്റെ ഭാഗം കഴിഞ്ഞ് പിന്നെ കുറേ സമയം ഇതുപോലെ വലിയ തിരക്കൊന്നുമില്ലാതെ നമുക്ക് പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ബോട്ടിങ്ങിൻ്റെ ആ ഏരിയ എത്തിയപ്പോൾ വീണ്ടും ഇതുപോലെ തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു. ബ്ലോക്കല്ലായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കും കടകളും ആളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2017 ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്ര തിരക്കോ ആളോ പേരോ ഒന്നും ഇല്ലായിരുന്നു. 1-2 ആൾക്കാർ മാത്രമേ ആ ഡാമിൻ്റെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ. എലിഫൻറ്റ് സഫാരിയുടെ അവിടെ അന്ന് നല്ല തിരക്കായിരുന്നു. വ്യൂ പോയിൻറ്റ്സിൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെ, മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. പക്ഷേ ഈ ഭാഗത്തേക്ക് തിരക്കേ ഇല്ലായിരുന്നു. ഞങ്ങൾ വെറുതെ റൈഡ് ചെയ്ത് അന്ന് ഞങ്ങൾ വെറുതെ വന്നപ്പോഴാണ് ഒട്ടും തിരക്കില്ലാത്തൊരു സ്ഥലം. നമ്മൾ കുറേ സമയം അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയം നമ്മൾ അന്ന് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ടെൻറ്റൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. മാട്ടുപ്പെട്ടിയൊക്കെ പോയി. വീഡിയോ എടുത്തോട്ടാ കുണ്ടല ഡാം 7 കിലോമീറ്റർ ഉണ്ട്. മാട്ടുപ്പെട്ടി ഒരു ഓംലെറ്റ് ബാ. കാണോ പഞ്ചസാര ടേപ്പ് വേണ്ടേ? ഞാൻ കുടിക്കട്ടോ. ഇന്നത്തെ ദിവസം ഫുൾ പ്ലാൻ ചേഞ്ചാണ്. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് സൂര്യനെല്ലിയിൽ പോയി സ്റ്റേ ചെയ്തിട്ട് രാവിലെ കുളുക്കുമലയിൽ സൺറൈസസ് കാണാൻ പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ അക്കോമഡേഷൻ നേരത്തെ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ സൂര്യനെല്ലിയിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരത് ക്യാൻസൽ ചെയ്തു. എന്തോ അവിടെ മെയിൻ്റനൻസ് എന്തോ നടക്കുന്നത്. അപ്പോൾ ഇന്ന് കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ പ്ലാൻ മാറ്റി നേരെ വട്ടവട പോകാൻ.
ഇനി അവിടെ ചെന്നിട്ട് എപ്പോഴും അക്കോമഡേഷൻ ആയിട്ടില്ല. ഒരു ചേട്ടനെ ഫോണിൽ വിളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ. പുള്ളിക്കാർ അവിടെ കിടന്നില്ലെങ്കിലും ഞങ്ങളെ കിടത്താനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളി ആ റിസോർട്ടിൻ്റെ മാനേജറാണ്. പുള്ളിയുടെ റൂമെങ്കിലും തരും നിങ്ങൾ പോകുന്നേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെല്ലുമ്പോൾ അറിയാം. ഇന്ന് ടെൻറ്റ് സ്റ്റേ. ടെൻറ്റ് കയ്യില്ല. അതെ, 3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ വന്നോണ്ട് നല്ല തിരക്ക്. പോകുന്ന വഴിയിൽ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നല്ല ട്രാഫിക് ആയിരുന്നു. അത് കഴിഞ്ഞിറങ്ങി ഡാം സൈറ്റിൽ തന്നെ നല്ല ചൂട് ഓംപ്ലേറ്റും ലൈം സോഡയും. അതല്ലേ എത്തും. വെറുതെ യാത്ര ചെയ്തിട്ട് കാര്യമില്ല. വഴി കാണാനൊക്കെ അവർ കഴിക്കട്ടെ. മറ്റേ ഫാലിമി സിനിമയിൽ ജഗദീഷ് കഴിച്ചില്ല ട്രെയിനിൽ വഴിയെന്നൊക്കെ ഓരോ അങ്ങനെ പണിയാണ്. കഴിക്കാം. പെപ്പർ ഇട്ടതാണ്. ഇവിടെ വാശിയാവട്ടെ. അൺലിമിറ്റഡ് ആയിട്ട് നല്ല തണുത്ത വെള്ളം. മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണത്. കുടിക്കാനൊക്കെ പറ്റും. നല്ല വെള്ളം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരോ ലൈം സോഡയും ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായി. വീണ്ടും ബ്ലോക്കായില്ല, പക്ഷേ പണ്ട് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലായിരുന്ന ഏരിയയിൽ ഇപ്പോൾ ഒത്തിരി വാഹനങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക വഴിയോര കച്ചവടമൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണിത്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പോൾ പല ഭാഗങ്ങളിലായിട്ട് മലബാർ ദം ബിരിയാണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ട, നമുക്ക് വട്ടവട പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകും. പക്ഷേ വീണ്ടും നമ്മൾ മലബാർ ബിരിയാണി അവിടുത്തെ ഭയങ്കര മണമൊക്കെ അടിച്ച് നമുക്ക് സഹിക്കാൻ വയ്യാതെ ഞങ്ങൾ 3ാമത്തെ ഒരു സ്ഥലത്ത് ബിരിയാണി എന്ന് കണ്ടത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാങ്ങി കഴിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ബിരിയാണി കഴിച്ചു. എന്നിട്ട് നമ്മൾ വട്ടവടയിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വട്ടവട എക്സ്പ്ലോറിംഗ് ഒക്കെ അടുത്ത വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട്